ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ കേരള PSC 15 വർഷത്തിന് ശേഷം ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്തൂർ തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം വരാൻ പോവുകയാണ്. അപ്പോൾ 15 വർഷത്തിന് ശേഷം വരുന്ന വിജ്ഞാപനമാണ്. ലാസ്റ്റ് വിജ്ഞാപനം വന്നത് 2011-ലാണ്. അപ്പോൾ ഇത് വളരെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് അല്ലേ. അപ്പോൾ അതിന്റെ ഒഴിവുകൾ എത്രയാണ്, യോഗ്യത എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ PSCയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ ഹാഫ് പ്രൈസിൽ ലഭ്യമാണ്. ഹാഫ് പ്രൈസ് അല്ലെങ്കിൽ 50 to 60% വരെ ഓഫേഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഏതൊരു കോഴ്സാണെങ്കിലും PSCയുടെ എല്ലാ കോഴ്സുകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ ആണെങ്കിലും VFO, അങ്ങനെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, VFA, ഇങ്ങനെയുള്ള പല എക്സാംസും ഇനി വരാൻ പോവാണ്. നെക്സ്റ്റ് ഇയറിൽ LDC വരാൻ പോകുന്നുണ്ട്, LP UP ഉണ്ട്. അപ്പോൾ ഏതൊരു കോഴ്സ് ആണെങ്കിലും നമുക്കിവിടെ ഹാഫ് പ്രൈസ് അല്ലെങ്കിൽ നല്ല ഓഫേഴ്സിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ബിഗ് ഡേയ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫേഴ്സ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കി. ഇനി കുറച്ച് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ അവസാനിക്കാനായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കും. ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 8590202323 ആണ് നമ്പർ. അപ്പോൾ CC ലേണിംഗ് ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ CC ലേണിംഗ് ആപ്പിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ KSEB ഇലക്ട്രിസിറ്റി വർക്കർ വിജ്ഞാപനം വരുന്നു. PSC വിജ്ഞാപനം ഉടനെ വരും. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത് 15 വർഷത്തിന് ശേഷം വരുന്ന വിജ്ഞാപനം ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ ഇതിന്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തിന്റെ എന്തൊക്കെയാണ് ഒഴിവുകൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 15 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ മുന്നേ ഫസ്റ്റ് വിജ്ഞാപനം വന്നത് 2011-ലാണെന്ന് പറഞ്ഞു. 2011 വിജ്ഞാപനം വന്നു. 2016 വരെയായിരുന്നു ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത്. 2016 വരെയായിരുന്നു ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് യോഗ്യത എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്തൂറിൽ യോഗ്യതയിൽ മാറ്റം വന്നിട്ടുണ്ട്. മുന്നത്തെ യോഗ്യതയല്ല ഇനി വിജ്ഞാപനം വരാൻ പോകുമ്പോൾ യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ പണ്ട് യോഗ്യത എന്ന് വെച്ചാൽ എന്തായിരുന്നു? 10ാം ക്ലാസ് പാസ് ആവരുത് എന്നായിരുന്നു യോഗ്യത. 10ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല എന്നുള്ളതാണ് യോഗ്യത. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ യോഗ്യതയിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. അപ്പൊ മെയിനായിട്ട് ഓർത്തു വെക്കേണ്ടത് 985 ഒഴിവുകളിലേക്കാണ് ഒഴിവുകളിലേക്കാണ് ഇപ്പൊ വിളിക്കാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ 985 ഒഴിവുകളുണ്ട്. അപ്പൊ ഇത്രയും ഒഴിവുകളിലേക്കാണ് ഇനി വിജ്ഞാപനം വരാൻ പോകുന്നത്. അപ്പൊ യോഗ്യത എന്തൊക്കെയാന്ന് നോക്കിയാൽ 10ാം ക്ലാസ് ജയവും ഇലക്ട്രിക്കൽ ഓർ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് പുതുക്കിയ യോഗ്യത. പഴയ യോഗ്യത എന്തായിരുന്നു? 10ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല എന്നതാണ്. പക്ഷേ പുതുക്കിയ യോഗ്യത എന്താണ്? 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. 10ാം ക്ലാസ് ജയവും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റുമാണ് പുതുക്കിയ യോഗ്യത. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവണം, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വിജ്ഞാപനം വന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം വരെ വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. വനിതകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പുതുതായി വരുന്ന വിജ്ഞാപനത്തിൽ വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റും. അതാണ് ഒരു മെയിൻ പോയിന്റ് അല്ലേ. വനിതകൾക്കും അപേക്ഷിക്കാം. കൂടാതെ മറ്റു മുന്നേ ഉണ്ടായിരുന്നതിൽ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നുണ്ടായിരുന്നു. സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇനി വരുന്ന വിജ്ഞാപനത്തിൽ അത് നിർബന്ധമല്ല, സൈക്കിൾ ഒഴിവാക്കി. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പുതുക്കിയ വിജ്ഞാപനം. ഇനി വരാൻ പോകുന്ന വിജ്ഞാപനത്തിൽ പ്രത്യേകമായിട്ട് യോഗ്യതയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ യോഗ്യതയിൽ മാറ്റം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് ജയിച്ചിരിക്കണം, വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റും, അതേപോലെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് മാറ്റം. ഇനി ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഈ ഒരു ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ മസ്തൂർ പോസ്റ്റിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. പക്ഷെ ഈ ഒരു ഇതൊരു ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ, ഇലക്ട്രിക്കൽ വർക്കർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫീൽഡിൽ പോയി പണിയെടുക്കേണ്ടതാണല്ലേ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നല്ല കണ്ണ് നല്ലോണം കാണാൻ പറ്റണം, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്, അങ്ങനെയുള്ള കുറെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. കൂടാതെ ഉയരം അപേക്ഷിക്കുന്ന സമയത്താണെങ്കിലും ഉയരം 157.48 സെന്റിമീറ്റർ ഉള്ളതാണ്. പുരുഷന്മാർക്ക് എത്രയായിരിക്കണം? 157.48 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഉയരം. അതേപോലെ സ്ത്രീകൾക്കാണെങ്കിൽ 144.78 സെന്റിമീറ്റർ ആണ് വനിതകൾക്ക് വേണ്ട ഉയരം.
അപ്പോൾ പുരുഷന്മാർക്ക് 157.48, സ്ത്രീകൾക്കാണെങ്കിൽ 144.78 ആയിരിക്കണം ഉയരം. ഓക്കെ, ഇത്രയാണ്. ഇനി കഴിഞ്ഞ ലാസ്റ്റ് ലിസ്റ്റ് കാലാവധി 2016 ആയിരുന്നു. ഇപ്പൊ 2016 വരെ ഓരോ ജില്ലകളിലും നിയമന ശുപാർശയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ ജില്ലയും കൂടെ ടോട്ടൽ 4020 പേരെ 20 നിയമന ശുപാർശ പോയിട്ടുണ്ട്. 4020 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 4020 പേരെ നിയമന ശുപാർശ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഇത് ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ ഫീൽഡിൽ ഇറങ്ങി ചെയ്യേണ്ട ജോലി ആയതുകൊണ്ടും അതേപോലെ ഇതിന് പ്രൊമോഷൻ ലൈൻമാൻ തസ്തിക ആയതുകൊണ്ടും ഇതിന്റെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് യോഗ്യതയായിട്ട് നമ്മൾ ആ പോസ്റ്റിൽ കയറേണ്ടത് കൂടെ നോക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കുമ്പോൾ പോസ്റ്റിൽ കയറുന്നത് എന്ന് വെച്ചാൽ 9 മീറ്റർ നീളമുള്ള പോസ്റ്റിൽ 8 മിനിറ്റ് കൊണ്ട് കയറുക എന്ന ഒരു ഇതൊന്നും കൂടെ നോക്കുന്നുണ്ട്. 9 മിനിറ്റ് ആ ഒരു പോസ്റ്റിൽ കയറലും കൂടെ തിരഞ്ഞെടുക്കലിന്റെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. ഇനി വിജ്ഞാപനം വരാൻ പോകുന്നത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. എത്ര ഒഴിവുകളുണ്ട്, ഒഴിവുകളുടെ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വിജ്ഞാപനം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ PSC ഇത് വളരെ 15 വർഷത്തിന് ശേഷം വിളിക്കുന്ന പോസ്റ്റാണ് അല്ലെ. കഴിഞ്ഞത് 4020 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. അപ്പൊ അതിലും കൂടുതൽ അത്ര തന്നെ നമുക്കിനി പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന വിജ്ഞാപനമാണ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി തുടങ്ങാം. സിലബസ് വെച്ച് ഇപ്പൊ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ KCB ഇലക്ട്രിക്കൽ വർക്കേഴ്സ് കോഴ്സിനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8590202323 ആണ് നമ്പർ. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ PSCയിൽ ഞാൻ പറഞ്ഞു, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ PSCയുടെ എല്ലാ കോഴ്സിനും ഓഫേഴ്സ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഈ ഒരു കുറച്ച് ദിവസം കൂടിയാണ് ഇനി ഓഫേഴ്സിൽ നമുക്ക് കോഴ്സസ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. താങ്ക്